പണ്ട് EMS ഇടവപ്പാതിയിൽ മഴ പെയ്യും പോലെ വിപ്ലവവും വരും എന്നാണ് ഇവരൊക്കെ പഠിപ്പിച്ചത്. കാലാവസ്ഥാ മാറ്റം വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ മഴയെ നോക്കി നിന്നിട്ട് കാര്യമില്ല, അതിന് പകരം കൃത്രിമ ബുദ്ധി ഉണ്ടെന്നാണ് പുതിയ മാർക്സിസ്റ്റ് താത്വികാചാര്യനായിട്ടുള്ള MV ഗോവിന്ദൻ നമ്മളെ അറിയിക്കുന്നത്. മൂലധന ചെലവുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നു, സാമൂഹ്യക്ഷേമ കാര്യങ്ങൾക്കുള്ള ചെലവുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നു. അങ്ങനെ നിരന്തരമായിട്ട് എല്ലാ മേഖലകളിലും നിർണായകമായിട്ട് ഈ സർക്കാരിൻ്റെ ധനസഹായത്തിനെ ആശ്രയിച്ച് കഴിയുന്ന വ്യക്തികൾ, സാമൂഹ്യ വിഭാഗങ്ങൾ, ഇങ്ങനെ എല്ലാ തലങ്ങളിലും ആരോഗ്യ ചികിത്സാരംഗം ഉൾപ്പെടെയുള്ള സകല മേഖലകളിലും ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. പറയുന്ന എല്ലാ തട്ടിപ്പ് കേസുകളിലും ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ, ഭരണവർഗ രാഷ്ട്രീയ പാർട്ടികളുടെ ആരെങ്കിലുമൊക്കെ അതിൽ ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഈ പകുതി വരെ തട്ടിപ്പിൽ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരാ? BJPയും കോൺഗ്രസിൻ്റെയും പങ്കിനെക്കുറിച്ചാണ്, നേതാക്കന്മാരുടെ പങ്കിനെക്കുറിച്ചാണ്. യഥാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ഉപവർഗീകരണത്തിനെ എതിർക്കുന്നത് ഫലത്തിൽ ഈ പറയുന്ന ദളിത് ആദിവാസി ഐക്യത്തിനെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അത് ബലപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. നേരും നെറിവും എന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. കൃത്രിമ ബുദ്ധി സോഷ്യലിസത്തിലേക്ക് വഴിവെക്കുമെന്നാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചിരിക്കുന്നത്. അതിൽ അങ്ങേരൊട്ടും ഏകനല്ല. ഇതേ അഭിപ്രായം വേറൊരു രീതിയിൽ ലോകത്തിലെ അതിസമ്പന്നരിൽ പ്രമുഖനായിട്ടുള്ള എലോൺ മസ്കും പറഞ്ഞിട്ടുണ്ട്. കൃത്രിമ ബുദ്ധി വ്യാപകമാകുന്നതോടെ നമ്മൾ സമൃദ്ധിയുടെ ഒരു യുഗത്തിലാകുമെന്നാണ് മസ്ക് അവകാശപ്പെടുന്നത്. ഡിജിറ്റൽ സൂപ്പർ ബുദ്ധിയും റോബോട്ടിക്സും യോജിക്കുന്നതിലൂടെ സാധനങ്ങളും സേവനങ്ങളും സൗജന്യമാകും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഉപാധിയായി നിർദ്ദേശിക്കപ്പെടുന്ന സാർവത്രിക അടിസ്ഥാന വരുമാനമൊന്നും വേണ്ടിവരില്ല. കാരണം സാർവത്രിക ഉയർന്ന വരുമാനം എല്ലാവർക്കും ലഭ്യമാക്കാനാകും. അപ്പോൾ കൃത്രിമ ബുദ്ധി എല്ലാവരെയും സമമാക്കും, തുല്യത വരുത്തും. കാരണം എല്ലാവർക്കും ഈ മാന്ത്രിക ഉപകരണത്തിന് ഉപയോഗിക്കാനാകുമെന്നാണ് മസ്ക് പറഞ്ഞത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് താൻ ഒരുതരം സോഷ്യലിസ്റ്റ് ആണെന്ന് വരെ മസ്ക് അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ MV ഗോവിന്ദൻ സോഷ്യലിസത്തിൽ കൃത്രിമ ബുദ്ധി വഴി എത്തിച്ചേരുന്ന വഴി കുറച്ചും കൂടി സങ്കീർണമാണ്. ഗോവിന്ദൻ്റെ യുക്തി അനുസരിച്ചിട്ട് കൃത്രിമ ബുദ്ധി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കും, ഉൽപ്പാദനം വലിയ തോതിൽ കൂടും. പക്ഷേ ഇതോടൊപ്പം തന്നെ വലിയ തോതിൽ തൊഴിൽ നഷ്ടവും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്ന ചരക്കുകൾ, വൻപിച്ച തോതിൽ നിർമ്മിക്കപ്പെടുന്ന ചരക്കുകൾ വാങ്ങിക്കാൻ ആളില്ലാതാവും, ക്രയശേഷിയുള്ള ആൾക്കാരില്ലാതാവും. അതോടുകൂടി മുതലാളിത്തം പ്രതിസന്ധിയിലാകും. ആ പ്രതിസന്ധി സോഷ്യലിസത്തിന് വഴിവെക്കുകയും ചെയ്യും. പണ്ട് EMS ഇടവപ്പാതിയിൽ മഴ പെയ്യും പോലെ വിപ്ലവവും വരും എന്നാണ് ഇവരൊക്കെ പഠിപ്പിച്ചത്. കാലാവസ്ഥാ മാറ്റം വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ മഴയെ നോക്കി നിന്നിട്ട് കാര്യമില്ല, അതിന് പകരം കൃത്രിമ ബുദ്ധി ഉണ്ടെന്നാണ് പുതിയ മാർക്സിസ്റ്റ് താത്വികാചാര്യനായിട്ടുള്ള MV ഗോവിന്ദൻ നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും, ഒരാൾ വമ്പൻ മുതലാളി, ലോകത്തിലെ കുത്തക മുതലാളിത്തത്തിൻ്റെ അങ്ങേ തലപ്പത്ത് നിൽക്കുന്നവൻ, ഇപ്പുറത്ത് ഒരു സോഷ്യൽ മുതലാളി, വാക്കിൽ സോഷ്യലിസവും പ്രവൃത്തിയിൽ മുതലാളിത്തവുമായിട്ട് കഴിഞ്ഞുകൂടുന്ന, കേരളം എന്നുള്ളൊരു കൊച്ചു സംസ്ഥാനത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരാൾ. പക്ഷേ ഈ രണ്ട് കൂട്ടരും കൃത്രിമ ബുദ്ധി വഴി സോഷ്യലിസത്തിൽ എത്തിച്ചേരാമെന്ന് പറയുമ്പോൾ എത്തിച്ചേരുന്ന വഴികളൊക്കെ വ്യത്യസ്തമാണെങ്കിലും അവർ രണ്ടുപേരും പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ആശയമുണ്ട്. അതായത് കൃത്രിമ ബുദ്ധി തൊഴിലാളികളെ അനാവശ്യമാക്കി തീർക്കുമെന്നുള്ളത്. ഇത് എത്രത്തോളം ശരിയാണ്? ഇതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം. പ്രത്യക്ഷത്തിൽ അതാണ് കാണുന്നത്. കായികമായിട്ടുള്ള തൊഴിലുകൾ മാത്രമല്ല, ലേഖനം, കഥ, കവിത, ചിത്രവര എന്നിങ്ങനെ എന്തും
ഇന്നിപ്പോൾ കൃത്രിമ ബുദ്ധി വഴി ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ChatGPT അല്ലെങ്കിൽ DeepSeek പോലുള്ള കൃത്രിമ ബുദ്ധിയുടെ സോഫ്റ്റ്വെയറിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണോ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഉടനടി തന്നെ അത് സൃഷ്ടിച്ച് നമുക്ക് തരും. അപ്പോൾ പ്രത്യക്ഷത്തിൽ അവിടെ മനുഷ്യ അധ്വാനത്തിൻ്റെ ആവശ്യമില്ല, ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ വാസ്തവത്തിൽ അതല്ല. ഈ കാര്യം തന്നെ സാധ്യമാക്കുന്നതിൽ, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു ഉത്തരമായിട്ട് വരുന്നതിലും അതിനെ നിലനിർത്തുന്നതിലും കുറവുകൾ നികത്തുന്നതിലുമെല്ലാം തന്നെ മനുഷ്യ അധ്വാനം ഇന്ന് അങ്ങേയറ്റം നിർണായകമാണെന്നുള്ളതാണ് വസ്തുത. കോടിക്കണക്കിന് വിവരങ്ങൾ ഉപയോഗിച്ചാണ് കൃത്രിമ ബുദ്ധിയെ പരിശീലിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതികൾ, അതുപോലെ ലേഖനങ്ങൾ, അതുപോലെ ചിത്രങ്ങൾ എന്നിവയെല്ലാം ഒന്നുമില്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ ഈ കമ്പ്യൂട്ടറിലേക്ക് കയറ്റിവിടുന്നു, സെർവറുകളിലേക്ക് കയറ്റിവിടുന്നു. അങ്ങനെ വാക്കുകളും അതുപോലെ ചിത്രങ്ങളും ഇവയൊക്കെ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ മനസ്സിലാക്കാൻ അതിനെ പരിശീലിപ്പിക്കുന്നു. ഇതിനെ അനുസരിച്ചിട്ടാണ് അത് നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങളോട് പ്രതികരിക്കുന്നത്. പക്ഷേ ഈ വിവരങ്ങൾ അതേപടി അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് കാര്യമില്ല. അവയെ ഓരോന്നും എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അടയാളപ്പെടുത്തേണ്ടതുണ്ട്, തരംതിരിക്കേണ്ടതുണ്ട്. ഭാഷയുടെ കാര്യത്തിലാണെങ്കിൽ സഭ്യമായതെന്താണ്, അസഭ്യമായതെന്താണ്, ഓരോ നാട്ടിൻ്റെയും യോജിച്ചതെന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യരാണ്. അവരുടെ അധ്വാനം തുടർച്ചയായിട്ട് നടക്കുന്നില്ലെങ്കിൽ കൃത്രിമ ബുദ്ധിയുമില്ല, അതിൻ്റെ വികാസവുമില്ല. 2030 ആകുമ്പോഴേക്കും ഈ അടയാളപ്പെടുത്തൽ, തരംതിരിവ്, അടയാളപ്പെടുത്തൽ, ഇത്തരം കാര്യങ്ങളിലുള്ള പണി 12 ലക്ഷം കോടി രൂപ വിലമതിപ്പുള്ള ഇടപാടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ കൃത്രിമ ബുദ്ധി എന്ന് പറയുന്നത് വാസ്തവത്തിൽ മനുഷ്യ അധ്വാനവും വലിയ തോതിൽ പങ്ക് വഹിച്ചുകൊണ്ട് മാത്രം നടക്കുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ പണിക്കാരാരാണ്? ഈ തരംതിരിവ് നടത്തുന്ന പണിക്കാരാരാണ്? മണിക്കൂറിന് ഇത്ര $, എന്ന കണക്കിൽ പണിയെടുക്കുന്ന കൂലിത്തൊഴിലാളികൾ. ഏഷ്യ, ആഫ്രിക്ക, ദക്ഷിണ അമേരിക്ക, അതുപോലെ തന്നെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, ദരിദ്ര രാജ്യങ്ങൾ എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണവർ. നിസാര കൂലിക്കാണ് പണി. അമേരിക്കയിൽ മിനിമം കൂലി ഇന്ന് വിവിധ സംസ്ഥാനങ്ങൾ വിവിധ രീതിയിലാണ്. $7 മുതൽ $15 വരെയും വരും മിനിമം കൂലി. പക്ഷേ ഇവർക്ക് കിട്ടുന്നത് മണിക്കൂറിന് $2 വെച്ചിട്ടാണ്, അതിലും താഴെയായിട്ടാണ്. അപ്പോൾ ആമസോൺ പോലുള്ള സ്ഥാപനങ്ങൾ ഇതിനായിട്ട് M-Turk എന്ന് പറയുന്ന ഒരു സ്ഥാപനം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പണി, എന്ത് തരം പണിക്കാരെ വേണം, എത്ര പണിക്കാരെ വേണം എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള ഇത്തരം പണിക്കാരെ ആമസോൺ നിങ്ങളായിട്ട് ബന്ധിപ്പിച്ച് തരും. ഈ പറഞ്ഞ രീതിയിൽ മണിക്കൂറിന് $2 വെച്ച് കൊടുത്ത് പണി ചെയ്യിപ്പിക്കാൻ പറ്റും. ChatGPTയും DeepSeekഉം അതുപോലെയുള്ള അസംഖ്യം AI സ്ഥാപനങ്ങളും ഈ പണിക്കാരെ ആശ്രയിച്ചിട്ടാണ് അവരുടെ യന്ത്രങ്ങളെ പരിശീലിപ്പിച്ചെടുക്കുന്നത്, അതിനെ കുറ്റമറ്റതാക്കുന്നത്, അതിൻ്റെ എന്താ പറയുക ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ മനുഷ്യാധ്വാനത്തിൻ്റെ വലിയൊരു പങ്ക് ആണ് നമ്മളോട് കാണാൻ കഴിയുക. അപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ മുതലാളിത്ത യന്ത്രവൽക്കരണത്തിൻ്റെ ഓരോ പടവിലും കണ്ട അവസ്ഥ തന്നെയാണ് ഇവിടെയും കാണുന്നത്. അതായത് യന്ത്രവൽക്കരണം തൊഴിലാളികളെ ചില രംഗങ്ങളിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ മറ്റ് ചില പുതിയ തൊഴിലുകൾ അത് സൃഷ്ടിക്കുന്നു, പുതിയ തൊഴിൽ രംഗങ്ങൾ അത് തുറക്കുന്നു. അത് അനിവാര്യമാണത്, മുതലാളിത്തത്തിൻ്റെ കൂടപ്പിറപ്പാണത്. അല്ലാതെ മനുഷ്യാധ്വാനത്തിന് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഉള്ളൊരു യന്ത്രവൽക്കരണം മുതലാളിത്തത്തിന് അസാധ്യമായ കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് റോബോട്ടുകളെ, യന്ത്രമനുഷ്യരെ ഉപയോഗിക്കുന്നതിൽ, നിർമ്മാണ പ്രവർത്തനത്തിലൊക്കെ ഉപയോഗിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. അതിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്നൊരു കമ്പനിയാണ് ടൊയോട്ട കമ്പനി. പക്ഷേ ടൊയോട്ട കമ്പനിയുടെ മൊത്തം ഉൽപ്പാദന പ്രക്രിയയിൽ ഇന്ന് ഈ റോബോട്ടുകൾ 10% മാത്രമേ വരുള്ളൂ, പങ്കുവഹിക്കുന്നുള്ളൂ. കാരണം
ഉൽപ്പാദന പ്രക്രിയയിലുണ്ടാകാവുന്ന പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നതിനും വഴക്കത്തോടെ കൈകാര്യം ചെയ്യുന്നതിനും മനുഷ്യനുള്ള ശേഷി ഈ റോബോട്ടുകൾക്ക് ഇല്ല എന്നുള്ള അനുഭവത്തിൽ നിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഉൽപ്പാദന പ്രക്രിയ സുഗമമായിട്ട് നടക്കണമെങ്കിൽ അതിൻ്റെ പങ്ക് ഒരു നിശ്ചിത അളവിൽ നിയന്ത്രിച്ച് നിർത്തണം, ചില പ്രത്യേക പണികളിൽ മാത്രമായിട്ട് ഒതുക്കി നിർത്തണം എന്നുള്ള തിരിച്ചറിവിൽ ടൊയോട്ട പോലെയുള്ള ഒരു സാമ്രാജ്യത്തെ കുത്തക എത്തിച്ചേർന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് യന്ത്രവൽക്കരണം കൊണ്ടുവരുന്ന അവരുടെ ലാഭം വർദ്ധിപ്പിക്കാനാണല്ലോ. ആ ലാഭം വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ യന്ത്രവൽക്കരണത്തിന് നിയന്ത്രണം വേണമെന്നുള്ളതാണ് മുതലാളിമാർ തന്നെ തിരിച്ചറിയുന്നത്. ഈ വസ്തുതകൾ ദ മെക്കാനിക്കൽ ആൻഡ് ദ ലൂഡൈറ്റ് എന്നുള്ള ജാത്തൻ സഡോവ്സ്കിയുടെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണ്. ആ പുസ്തകത്തിൻ്റെ റെഫറൻസും അതുപോലെ തന്നെ അത് എവിടെ നിന്ന് ലഭ്യമാകും എന്നുള്ള വിവരങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ കുത്തക മുതലാളിയായിട്ടുള്ള മസ്കും ഞാൻ നേരത്തെ പറഞ്ഞ വാക്കിൽ സോഷ്യലിസവും പ്രവൃത്തിയിൽ മുതലാളിത്തവുമായിട്ട് നടക്കുന്ന ഗോവിന്ദനും കാണാതെ പോകുന്ന കാര്യം ഇതാണ്. അതായത് ജീവനുള്ള അധ്വാനമില്ലാതെ മുതലാളിത്തമില്ല. മാർക്സ് പണ്ടേ ചൂണ്ടിക്കാട്ടിയ കാര്യമാണത്. കുടുംബം ഉൾപ്പെടെയുള്ള തൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള അധ്വാനം കഴിച്ചുള്ള മിച്ച അധ്വാനമാണ് മിച്ചമൂല്യമായി മാറി മുതലാളിത്ത ലാഭത്തിന് അടിസ്ഥാനമായിട്ട് മാറുന്നത്. മുതലാളി മുടക്കുന്ന മൂലധനമായാലും അതിനുപയോഗിക്കുന്ന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന യന്ത്രങ്ങളായാലും ഇതെല്ലാം തന്നെ ചത്ത അധ്വാനമാണ് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ചെയ്ത അധ്വാനത്തിൻ്റെ ഫലങ്ങളാണ്. അതുകൊണ്ടാണ് മാർക്സ് അതിനെ ചത്ത അധ്വാനം എന്ന് പറയുന്നത്. ഈ ചത്ത അധ്വാനത്തിന് പുതിയ മൂല്യം സൃഷ്ടിക്കാൻ കഴിയില്ല. അതിലെന്താണോ ഉള്ളത് അത് പകർന്നു കൊടുക്കുക എന്നുള്ളതല്ലാതെ തേയ്മാനവും മറ്റൊക്കെ ആയിട്ട് അതിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിന് സ്വന്തമായിട്ട് പുതിയ മൂല്യം ഉണ്ടാകാൻ കഴിയില്ല. ആ പുതിയ മൂല്യം ഉണ്ടാകണമെങ്കിൽ ജീവനുള്ള അധ്വാനം വേണം. അപ്പോൾ ജീവനുള്ള അധ്വാനത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു മുതലാളിത്തം എന്നുള്ള അസാധ്യമാണ്. അത് കൃത്രിമ ബുദ്ധിക്കും ബാധകമാണ്. കാരണം കൃത്രിമ ബുദ്ധിയും ഇത് പറഞ്ഞ പോലെ ചത്ത അധ്വാനമാണ്. ഈ വിവരങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ശേഖരിച്ച് വയ്ക്കുമ്പോൾ നേരത്തെ ഉണ്ടായ വിവരങ്ങളാണത്, നേരത്തെ ആൾക്കാർ കൈമാറി കൊടുത്ത വിവരങ്ങളാണത്, അതിലേക്ക് ഉൾപ്പെടുത്തിയ വിവരങ്ങളാണത്. അപ്പോൾ അത് വെച്ചിട്ട് അതിന് പുതിയ മൂല്യം സൃഷ്ടിക്കാൻ ഒരിക്കലും കഴിയില്ല. ആ മൂല്യം സൃഷ്ടിക്കണമെങ്കിൽ കൃത്യമായിട്ടും ജീവനുള്ള അധ്വാനം തന്നെ വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആമസോണും മറ്റുള്ളവരൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ. ഇനിയിപ്പോൾ ക്ലൗഡ് എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. അതായത് നമ്മൾ നൽകുന്ന വിവരങ്ങൾ ഏതോ അദൃശ്യമായ ഒരു സ്ഥലത്താണ് ശേഖരിച്ച് വച്ചിരിക്കുന്നത്. ഇപ്പോൾ സോഫ്റ്റ്വെയറൊക്കെ പലതും ക്ലൗഡിലാണ്. നമുക്കത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് അതിൽ സ്ഥാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഉൾപ്പെടെയുള്ള പല സോഫ്റ്റ്വെയറുകളും ക്ലൗഡിലാണ് നിൽക്കുന്നത്. എന്താണ് ഈ ക്ലൗഡ് എന്ന് പറയുന്ന സംഭവം? അത് ഈ പറയുന്ന പോലെ അസംഖ്യം കമ്പ്യൂട്ടറുകളുടെ സെർവറുകളുടെ ഒരു നിരയാണ്. ഈ അസംഖ്യം കമ്പ്യൂട്ടറുകളുടെ നിര ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് വയ്ക്കുന്നു. നമ്മൾ നൽകുന്ന വിവരങ്ങൾ, നമ്മൾ നൽകുന്ന സന്ദേശങ്ങൾ അവിടെ എത്തിക്കുന്നു, അതവിടെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് തിരിച്ച് അതിൻ്റെ ഒരു പ്രതികരണം കിട്ടുന്നു. നമുക്കൊരു സേവനമോ അല്ലെങ്കിൽ ഒരു വിവരമോ കിട്ടുന്നു. പക്ഷേ ഇതവിടെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഇത്രയധികം ആയിരക്കണക്കിന് ഇതുപോലുള്ള യന്ത്രങ്ങൾ പ്രവർത്തിക്കുമ്പോഴത് ഉണ്ടാക്കുന്ന ചൂടുണ്ടല്ലോ. അപ്പോൾ അതിനെ നിരന്തരമായിട്ട് തണുപ്പിക്കണമെങ്കിൽ കോടിക്കണക്കിന് ടൺ കണക്കിന് ലിറ്റർ കണക്കിന് വെള്ളം വേണം. അപ്പോൾ ചിലതെല്ലാം കടലിൽ കൊണ്ടാണ് അവർ സ്ഥാപിച്ചിരിക്കുന്നത്, കപ്പലിൽ ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. കാരണം കടലിൽ നിന്ന് വെള്ളം അടിച്ച് കയറ്റി തണുപ്പിക്കാനായിട്ട്. ഇത് പ്രവർത്തിപ്പിക്കാനായിട്ട് വൈദ്യുതി വേണം. അപ്പോൾ ആ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ വേണം. ഇവിടെയൊക്കെ മനുഷ്യാധ്വാനം ഉണ്ടെന്ന് മറക്കരുത്. അപ്പോൾ ക്ലൗഡ് എന്ന് പറയുന്ന മനുഷ്യാധ്വാനമൊന്നും ഇല്ലാതെ എന്തോ മാസ്മരമായിട്ടുള്ളൊരു സംഭവമാണ്. അവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്നു, അവിടെ നിന്ന് വിവരം വരുന്നു എന്നുള്ള പോലെ കൃത്രിമ ബുദ്ധിയെക്കുറിച്ചൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പുറകിലുള്ള മനുഷ്യാധ്വാനത്തിനാണ് അവർ മറച്ചു വയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം ജാത്തൻസ്റ്റൈൻ്റെ പുസ്തകത്തിൽ അത് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി കെട്ടിപ്പൊക്കി ആൾക്കാരെ കബളിപ്പിക്കുന്നതെന്നും കൂടി അത് തുറന്നു കാട്ടുന്നൊരു പുസ്തകമാണ്. നിർബന്ധമായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനെക്കുറിച്ച്, അതായത് ഇവരുടെ കൃത്രിമ ബുദ്ധി വഴി സോഷ്യലിസത്തിൽ എത്തിച്ചേരുന്ന വഴികളെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം.
ഇനി പറയേണ്ട ഒരു കാര്യം, നമ്മുടെ കേരള ബഡ്ജറ്റിനെ കുറിച്ചാണ്. കേരള ബഡ്ജറ്റ് വന്നിട്ട് കുറച്ച് ദിവസമായി. കുറേ പുതിയ നികുതികൾ അതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഭൂനികുതി വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് കൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഈ ബഡ്ജറ്റ് വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. കേന്ദ്രത്തിൻ്റെ അന്യായമായ നിയന്ത്രണങ്ങളും പക്ഷപാതപരമായ ഇടപെടലൊക്കെ ഉണ്ടായിട്ടും പിണറായി സർക്കാർ തനത് വരവ് വർദ്ധിപ്പിച്ച് ധനപ്രതിസന്ധി മറികടന്നു എന്നാണ് ധനമന്ത്രി ബാലഗോപാൽ അവകാശപ്പെട്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് കൊട്ടിഘോഷിക്കുന്നത്. പക്ഷേ കണക്കുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, സാമ്പത്തിക അവലോകനം അവതരിപ്പിച്ചിട്ടുണ്ട്, ബഡ്ജറ്റിൻ്റെ തന്നെ കണക്കുകളുണ്ട്. ബഡ്ജറ്റ് മതിപ്പും പുതുക്കിയ മതിപ്പും തമ്മിലുള്ള താരതമ്യം ചെയ്താൽ സത്യാവസ്ഥ മറ്റൊന്നാണെന്ന് കാണും. ബഡ്ജറ്റ് മതിപ്പ് എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉദാഹരണത്തിന് മൊത്തം വരവ് എത്ര ഒരു ഉദ്ദേശമാണ് പറയുന്നത്, ഇത്രയും കോടിക്കണക്കിന് രൂപ വരവുണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വർഷാവസാനം ആകാറാകുമ്പോഴത്തേക്കും ഒരു പുതുക്കിയ കണക്ക് അവതരിപ്പിക്കും. പുതുക്കിയ മതിപ്പാണത്. യഥാർത്ഥത്തിൽ ചിലവായതും മറ്റതൊക്കെ വെച്ചിട്ട് കണക്കാക്കി, അല്ലെങ്കിൽ വരവ് കണക്കാക്കിയിട്ട് ഒരു പുതുക്കിയ കണക്ക് അവതരിപ്പിക്കും. അത് പുതുക്കിയ മതിപ്പ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ബഡ്ജറ്റും തീർന്നു, ആ വർഷവും കഴിഞ്ഞു, കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ യഥാർത്ഥത്തിൽ എത്ര വന്നു, എത്ര ചിലവായി എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കണക്ക് വരും. അപ്പോൾ കൃത്യമായിട്ടുള്ള കണക്കിലേക്ക് നമ്മൾ വന്നിട്ടില്ല. അതിനു മുമ്പുള്ള ബഡ്ജറ്റ് മതിപ്പിൻ്റെയും പുതുക്കിയ മതിപ്പിൻ്റെയും ഇവ തമ്മിലുള്ള അന്തരം നോക്കിക്കഴിഞ്ഞാൽ 6000 കോടി രൂപയുടെ കുറവാണ്. അതായത് ബഡ്ജറ്റിൽ വരവ് എത്രയാണോ കണ്ടിരുന്നത്, ആ കണ്ടിരുന്നതിനെ അപേക്ഷിച്ച് 6000 കോടി രൂപയുടെ കുറവാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു വർഷത്തെ സാമ്പത്തിക വർഷത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, കുറേ വർഷങ്ങളായിട്ട് തന്നെ ഇതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തനത് വരുമാനവും ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അനുപാതം തുടർച്ചയായി കുറയുന്നു എന്നാണ് പല സാമ്പത്തിക കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 1993-94 ആഭ്യന്തര ഉൽപ്പാദനം 100 രൂപയായിരുന്നെങ്കിൽ അന്ന് തനത് വരുമാനം 9.73 രൂപയായിരുന്നു, ഏതാണ്ട് 10 രൂപ. ഇത് 2019-2020 ആകുമ്പോൾ 7.71 രൂപയായിട്ട് കുറഞ്ഞു, 8 രൂപയിൽ താഴെ, ഏതാണ്ട് 2 രൂപയുടെ കുറവ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിടവ് എങ്ങനെയാണ് നികത്തിയേക്കണത്? കടം വാങ്ങിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് കടം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടം പെരുകിക്കൊണ്ടിരിക്കുകയും വരവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ ബഡ്ജറ്റിൽ നമ്മൾ എന്താണ് കാണുന്നത്? മൂലധന ചെലവുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നു, സാമൂഹ്യക്ഷേമ കാര്യങ്ങൾക്കുള്ള ചെലവുകൾ വെട്ടിക്കുറച്ചു. അങ്ങനെ നിരന്തരമായിട്ട് എല്ലാ മേഖലകളിലും നിർണായകമായിട്ട് ഈ സർക്കാരിൻ്റെ ധനസഹായത്തിനെ ആശ്രയിച്ച് കഴിയുന്ന വ്യക്തികൾ, സാമൂഹ്യ വിഭാഗങ്ങൾ, ഇങ്ങനെ എല്ലാ തലങ്ങളിലും ആരോഗ്യ ചികിത്സാ രംഗം ഉൾപ്പെടെയുള്ള സകല മേഖലകളിലും ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. മരുന്ന് കിട്ടാനില്ല, വേണ്ടത്ര ഡോക്ടർമാരെ നിയമിക്കുന്നില്ല, പല മേഖലകളിലും ശമ്പളം സമയത്തിന് കൊടുക്കുന്നില്ല. അങ്ങനെ 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 പെരുകിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് ധനപ്രതിസന്ധിയെ മറികടന്നു എന്നുള്ള അവകാശവാദം എന്തുമാത്രം പൊള്ളയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. വാസ്തവത്തിൽ പിണറായി സർക്കാർ പിൻപറ്റി വന്ന ധനസമാഹരണ വിനിയോഗ മാതൃക ആകെ താളം തെറ്റി എന്നുള്ളതാണ് വസ്തുത. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിന് കേന്ദ്രം ഒരു നിയന്ത്രണം വച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന് അങ്ങനെ നിയന്ത്രണമൊന്നുമില്ല, തോന്നും പോലെ കടമെടുക്കാം. പക്ഷേ സംസ്ഥാനങ്ങൾ കടമെടുക്കുന്നതിന് കേന്ദ്രം ഒരു നിയന്ത്രണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിയന്ത്രണം മറികടക്കാനായിട്ടാണ് ഒരു അതിബുദ്ധിയായിട്ട് കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ കിഫ്ബി കടപ്പത്രങ്ങൾ ഇറക്കും. അപ്പോൾ കടപ്പത്രം വഴി പണം സമാഹരിക്കുമ്പോൾ അത് സർക്കാരിൻ്റെ കടമായിട്ട് കൂട്ടില്ല, അത് കിഫ്ബിയുടെ കടമാണല്ലോ. അപ്പോൾ അങ്ങനെ സമാഹരിച്ച പണം വച്ചിട്ട് പല പല കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ കടമെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും പറ്റും, പണം സമാഹരിക്കാനും പറ്റും, തനത് വരവ് വെച്ചിട്ട് സാമൂഹ്യക്ഷേമ ചെലവുകളൊക്കെ നടത്തിക്കൊണ്ടുപോകാനും പറ്റും. ഇതായിരുന്നു അതിബുദ്ധി. പക്ഷേ ഈ അതിബുദ്ധി അങ്ങ് ചിലവായില്ല. കാരണം കിഫ്ബി വഴി എടുക്കുന്ന കടം അത് സർക്കാരിൻ്റെ കടമായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റൂ എന്ന് ഒരു തീർപ്പുണ്ടായി.
കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് റിസർവ് ബാങ്ക് വഴി. അതോടുകൂടി കിഫ്ബി വഴി കടമെടുത്ത് പത്രം എടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണമായിട്ട് കണക്കാക്കിയിരുന്നത് സർക്കാരിൻ്റെ കടത്തിലത് പെടില്ല, അപ്പോൾ അതുകൊണ്ട് അല്ലാതെ തന്നെ സ്വതന്ത്രമായിട്ട് എടുക്കുക എന്നുള്ള കണക്ക് കൂട്ടൽ ആകെ തെറ്റി. ഇനി കടപ്പത്ര ബാധ്യത നിറവേറ്റാൻ സംസ്ഥാന നികുതി വരുമാനത്തിന് നല്ലൊരു പങ്ക് നീക്കി വയ്ക്കുകയും ചെയ്തു. കാരണം കടപ്പത്രം ഇറക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ബാധ്യത തീർക്കാൻ പോകുന്നതെന്ന് കൂടി വ്യക്തമാക്കേണ്ടതുണ്ടായിരുന്നു. അതിനുവേണ്ടി പിണറായി സർക്കാർ അവരുടെ ഉറപ്പായിട്ട് ചില തനത് വരുമാനങ്ങൾ, ഇപ്പോൾ GST ഒക്കെ വന്നതോടുകൂടി എല്ലാത്തിനും കയറി നികുതിയൊന്നും ചുമത്താൻ പറ്റില്ല. അപ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ചില നികുതി കിട്ടുന്ന ചില മേഖലകൾ, ആ മേഖലകൾ കിഫ്ബിയുടെ കടബാധ്യത നിറവേറ്റാനായിട്ട് മാറ്റിവെച്ചു എന്ന് മറ്റുള്ള തീർപ്പുണ്ടായി. അപ്പോൾ അതോടുകൂടി ആ പണവും ബഡ്ജറ്റിൻ്റെ വിഹിതത്തിലേക്ക് ചേർക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇനി പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുകയാണ് കിഫ്ബിയുടെ പണം മുടക്കിയിട്ട് ചെയ്തത്. അതെല്ലാം നടത്തിക്കഴിഞ്ഞാൽ ഇവിടെ മൂലധന മുടക്കുണ്ടാകും, വ്യാവസായിക വികാസം ഉണ്ടാവും, അപ്പോൾ അതോടുകൂടി വരുമാന വർധന ഉണ്ടാവും എന്നൊക്കെയായിരുന്നു കണക്കൂട്ടൽ. പക്ഷെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. സംസ്ഥാന വരുമാനത്തിൻ്റെ ഇന്നും 10% താഴെ മാത്രമാണ് ആധുനിക വ്യവസായത്തിൻ്റെ പങ്ക്. അപ്പോൾ ചുരുക്കത്തിൽ ഐസക് പിണറായി ധനസമാഹരണ വികസന മാതൃകയുടെ പരാജയമാണ് ഈ ബഡ്ജറ്റ് വ്യക്തമാക്കുന്നത്. ഇത് അനിവാര്യമായിട്ടും ഈ അവസ്ഥയിൽ തന്നെ എത്തുമെന്ന് ഡോക്ടർ KT രാമോഹനെ പോലുള്ള ആൾക്കാർ വളരെ മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. ഇനിയിപ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ കാര്യത്തിലുള്ള പങ്കിനെക്കുറിച്ച് തീർച്ചയായിട്ടും നൽകേണ്ട നികുതി വിഹിതത്തിൽ വലിയ കുറവ് വരുത്തി കേന്ദ്രം ഞെരുക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ മറ്റേ ചൂരൽമല വിഷയത്തിലൊക്കെ തന്നെ കേന്ദ്രം എടുത്ത സമീപനം നമ്മൾ കണ്ടതാണല്ലോ. പക്ഷേ തങ്ങൾ അധികാരത്തിലില്ലാത്ത എല്ലാ സംസ്ഥാനങ്ങളോടും ഈ സമീപനം തന്നെയാണ് മോഡി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. മുമ്പ് കേന്ദ്രം ഭരിച്ച കോൺഗ്രസും ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും സർക്കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ, മറ്റേതെങ്കിലും പാർട്ടി സർക്കാർ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിനെ പരമാവധി വരയ്ക്കാനായിട്ട് ഇതൊക്കെ തന്നെയാണ് അവരും ചെയ്തിരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പേരിന് ഫെഡറലും വാസ്തവത്തിൽ അങ്ങേയറ്റം കേന്ദ്രീകൃതവുമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഘടന തന്നെയാണ് അടിസ്ഥാന പ്രശ്നം. നിലവിലുള്ള ഭരണഘടന നിശ്ചയിച്ച കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ് അതിനാധാരം. ഭരണഘടനയെ മഹത്വവൽക്കരിച്ചിട്ടുള്ള പ്രസംഗിച്ച് നടക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സംസ്ഥാനതല രാഷ്ട്രീയ അടിത്തറ മാത്രമുള്ള കക്ഷികൾ ഇതേപ്പറ്റി എന്നും പരാതിപ്പെട്ടിട്ടുണ്ട്. കാരണം അവർക്കാണല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇതേ കക്ഷികൾ കുറച്ച് കാലത്തെങ്കിലും കേന്ദ്രത്തിൽ ഭരണത്തിലോ അല്ലെങ്കിൽ ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഘടനയിൽ കൈവയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഇത്തരത്തിൽ ഇടപെടലുകൾ തടയാനായിട്ട്, അല്ലെങ്കിൽ GST പോലുള്ള നീക്കങ്ങൾ വന്നപ്പോൾ അതിനെ എതിർക്കാനായിട്ട് ഇവരാരും തന്നെ തയ്യാറായിട്ടില്ലെന്ന് കാണാൻ പറ്റും. അവർ പരാതിപ്പെടുന്നുണ്ട്, കേന്ദ്രം ഞങ്ങൾക്ക് പണം തന്നില്ല, വിഹിതം വെട്ടിക്കുറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് ആ ഒരു ഘടന തന്നെ മാറ്റി തീർക്കാനായിട്ട്, വ്യത്യസ്തമായ കുറേ കൂടി നീതി അധിഷ്ഠിതമായിട്ട് രീതിയിലുള്ള ധനവിതരണം നടത്താൻ കഴിയുന്നൊരവസ്ഥ സൃഷ്ടിച്ചെടുക്കാനായിട്ട് അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സമയത്ത് പോലും അവരതിന് ശ്രമിച്ചില്ല എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഭരണവർഗത്തിൻ്റെ ഭാഗമാണ്. സംസ്ഥാന തലത്തിൽ മാത്രമായിട്ടുള്ള രാഷ്ട്രീയ അടിത്തറ ഉള്ളതാണെങ്കിൽ തന്നെയും അവരും ഈ ഭരണവർഗത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭരണവർഗത്തിൻ്റെ ആകെ മൊത്തത്തിലുള്ള താല്പര്യത്തിൽ നിന്നുകൊണ്ട് അവർ ഈ വിഷയത്തിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര അവഗണന കണക്കിലെടുക്കുന്നതോടൊപ്പം നയരൂപീകരണത്തിനും നിർവഹണത്തിനുമുള്ള പരാജയം മറച്ചുവെക്കാൻ CPM നേതൃത്വം അതിനെ മറയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ കാണാതിരിക്കരുത്. അതാണ് വാസ്തവത്തിൽ അവർ ഈ കേന്ദ്രം എന്ന് പറഞ്ഞ് ഒച്ച വയ്ക്കുന്നതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ വസ്തുത. അവസാനമായി പറയാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഈ പാതിവില തട്ടിപ്പിൻ്റെ കഥയാണ്. അപ്പം ഇതുപോലുള്ള തട്ടിപ്പുകൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. ഒരുപക്ഷെ വ്യാപ്തിയിൽ ഇതായിരിക്കും ഒന്നാമൻ. ഇപ്പോൾ തന്നെ ഏതാണ്ട് 600ഓളം കേസുകൾ ചാർജ് ചെയ്തെന്നാണ് പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത. മുമ്പത്തൊന്നും അത്രയധികം കേസുകൾ ചാർജ് ചെയ്തിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വ്യാപ്തിയിൽ ഒരുപക്ഷെ ഈ പാതിവില തട്ടിപ്പായിരിക്കാം ഒന്നാം സ്ഥാനത്ത് വരുന്നത്. പക്ഷേ സ്ഥിരമായിട്ട് ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൽ
ചെറിയ മുടക്കുമുതലിൽ വലിയ വലിയ സമ്പാദ്യം നേടാനായിട്ടുള്ള അത്യാർത്തിയാണ് അതിനൊക്കെ വഴിവെക്കുന്നത് എന്നുള്ളതാണ് പലപ്പോഴും കേൾക്കുന്നൊരു വ്യാഖ്യാനം. അത് ശരിയാണ്, പക്ഷെ അതൊരു പുതിയ കാര്യവുമല്ല. എക്കാലവും നീണ്ട കാലമായിട്ടും കാണുന്നൊരു പ്രതിഭാസം തന്നെയാണ്. കാരണം പണത്തിൻ്റെ സ്വഭാവം അതാണ്. എപ്പോഴും വലുതായിക്കൊണ്ടിരിക്കാനായിട്ടുള്ളൊരു മോഹമാണ് പണത്തിനുള്ളത്. അപ്പോൾ പണം കയ്യിലുണ്ടെങ്കിൽ അതെങ്ങനെ കൂട്ടാമെന്നുള്ളതാണ് ആ പണക്കാരൻ ചിന്തിക്കുക. കയ്യിൽ എത്രയോ ഉണ്ടെങ്കിൽ അതെങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അത് ചുളുവിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ അതൊരു പുതിയ കാര്യമല്ല. പുതുതായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം, ഈ പറയുന്ന എല്ലാ തട്ടിപ്പ് കേസുകളിലും ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ, ഭരണവർഗ രാഷ്ട്രീയ പാർട്ടികളുടെ ആരെങ്കിലുമൊക്കെ അതിൽ ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഈ പകുതി വരെ തട്ടിപ്പിൽ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരാ? BJPയും കോൺഗ്രസിൻ്റെയും പങ്കിനെക്കുറിച്ചാണ്, നേതാക്കന്മാരുടെ പങ്കിനെക്കുറിച്ചാണ്. ഇതിനു മുമ്പ് ഉണ്ടായ വേറൊരു തട്ടിപ്പുണ്ടായിരുന്നല്ലോ, പുരാവസ്തു തട്ടിപ്പ്. അപ്പോൾ അതിൽ നമ്മൾ കേട്ടിരുന്ന ആരായിരുന്നു? CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ചില നേതാക്കളെക്കുറിച്ചായിരുന്നു. അങ്ങനെ ഓരോരോ തട്ടിപ്പിലും ഏതെങ്കിലും ഒരു കക്ഷിയുടെ ആൾക്കാർ, അത് ചെറിയ ആൾക്കാരൊന്നുമല്ല, വലിയ വലിയ നേതൃത്വ തലത്തിലുള്ള ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു സവിശേഷത. ഭരണവർഗ രാഷ്ട്രീയവും അതിലെ പ്രധാനികളും എത്തി നിൽക്കുന്ന അവസ്ഥയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഈ രാഷ്ട്രീയം ഇന്ന് പച്ചയായി തന്നെ പണസമ്പാദനത്തിനുള്ള ഉപാധിയായി മാറിയിരിക്കുകയാണ്. അത് കമ്മീഷൻ പറ്റി മാത്രമല്ല, അവരിങ്ങനെ അവിഹിതമായ രീതിയിൽ സമ്പാദിക്കുന്ന പണം നേരിട്ട് വ്യവസായത്തിലേക്ക് ഇറക്കിയും അവർ പണസമ്പാദനത്തിൻ്റെ മാർഗങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനവരുടെ രാഷ്ട്രീയ സ്വാധീനത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റ് റിസോർട്ടിൻ്റെ കഥയൊക്കെ നമ്മൾ നേരത്തെ കേട്ടതാണല്ലോ. EPWയിൽ വന്നിട്ടുള്ള ഒരു പഠനത്തിലെ ഉദാഹരണം നോക്കാം. ആന്ധ്രയിൽ 2009 തിരഞ്ഞെടുക്കപ്പെട്ടൊരു കോൺഗ്രസ് നേതാവിൻ്റെ കഥയാണത്. അന്ന് അയാളുടെ പ്രഖ്യാപിത ആസ്തി 5 ലക്ഷം രൂപയായിരുന്നു. ആൾ മന്ത്രിയായി. അതിനുശേഷം ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാട് തുടങ്ങി. ഈ അടുത്തിടയ്ക്കുള്ള തെരഞ്ഞെടുപ്പിൽ, 2024 തെരഞ്ഞെടുപ്പിൽ ഈ വ്യക്തിയുടെ പ്രഖ്യാപിത ആസ്തി 24 കോടി രൂപയാണ്. 5 ലക്ഷത്തിൽ നിന്ന് 24 കോടിയിലേക്ക് എത്ര വർഷം കൊണ്ട്? വെറും 15 വർഷം കൊണ്ട്. ഇന്നിപ്പോൾ ലോഹ വ്യാപാരം, ക്രഷർ, വിദ്യാഭ്യാസ സ്ഥാപനം, പമ്പ്, പശ്ചാത്തല സൗകര്യം എന്നിങ്ങനെ പരന്നു കിടക്കുന്ന സംരംഭങ്ങളുടെ ഒരു ശൃംഖലയുടെ ഉടമയാണ് അയാളും കുടുംബവും. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട ഉദാഹരണമല്ല. ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവരെടുത്ത് വിശകലനം ചെയ്തൊരു ഉദാഹരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരു ഒറ്റപ്പെട്ട ഉദാഹരണമൊന്നുമല്ല, നമുക്കറിയാം. അപ്പോൾ ഭരണകൂടവുമായി ഗാഢമായി കെട്ടുപണിഞ്ഞ് കിടക്കുന്ന ഉദ്യോഗസ്ഥ മുതലാളിത്തത്തിൻ്റെ, മേധാവിത്വ മുതലാളിത്തത്തിൻ്റെ വളർച്ചയുടെ ഒരു രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. ഭരണയന്ത്രത്തിലുള്ള സ്ഥാനം സമ്പത്ത് സമ്പാദിക്കാനും അത് മൂലധനമാക്കി മാറ്റാനും വഴിയൊരുക്കും. തുടർന്ന് ആ മൂലധനത്തിൻ്റെ വളർച്ചയ്ക്കും ഈ ഭരണയന്ത്രവും ഭരണകൂടവുമായിട്ടുള്ള അടുത്ത ബന്ധം, നേരിട്ടുള്ള ബന്ധം ഉപകരിക്കും. അപ്പോൾ ഈ തട്ടിപ്പുകളിൽ, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളിൽ ഭരണവർഗ രാഷ്ട്രീയ നേതാക്കളുടെ പങ്കിനും ഇതേ സ്വഭാവം തന്നെയാണുള്ളത്. പരസ്പര ധാരണയോടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവസാനമായിട്ട് സംവരണത്തിൽ ഉപവർഗീകരണത്തിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. സംവരണത്തിൽ ദളിതർക്കും ആദിവാസികൾക്കുമുള്ള സംവരണത്തിൽ അതിൽ വിവിധ ജാതികൾക്ക് അതിൻ്റെ പ്രയോജനം എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ടൊരു അസമാനതയുണ്ട്. ചരിത്രപരമായ കാരണങ്ങളാണ് അതിന് പിന്നിലുള്ളത്. അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ജാതിയുടെ സ്വാർത്ഥ നിലപാടുകൾ കൊണ്ടുണ്ടാകുന്നൊരു കാര്യമൊന്നുമല്ല. സാമൂഹ്യമായിട്ട് ചരിത്രപരമായി വിവിധ ജാതികൾ, ദളിതരായാലും ആദിവാസി ഗോത്രങ്ങളായാലും ശരി, സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നൽകിയ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടിയിരുന്നു, മെച്ചം ഉണ്ടായിരുന്നു, അതിൽ അസമാനതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ സംവരണം പോലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ അതുകൊണ്ട് തന്നെ ഒരേപോലെയല്ല, വ്യത്യസ്ത രീതിയിലാണ് അവർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ആ വ്യത്യാസം തന്നെയാണ് ഇന്ന് അതിലെ ചില ജാതികൾക്ക് അല്ലെങ്കിൽ ചില ഗോത്രങ്ങൾക്ക് ഫലപ്രദമായ പ്രാതിനിധ്യം ഇനിയും കിട്ടിയിട്ടില്ല എന്നുള്ള അവസ്ഥയ്ക്ക് കാരണം.
പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ വിഭാഗങ്ങൾക്കിടയിൽ ഉപവർഗീകരണം നടപ്പാക്കി അതിലിങ്ങനെ പ്രാതിനിധ്യം കിട്ടാത്ത വിഭാഗങ്ങളെ പ്രത്യേകമായി വേർതിരിച്ചെടുത്ത് അവർക്ക് സവിശേഷമായ രീതിയിലുള്ള ഒരു കോട്ടയോ എന്തെങ്കിലും ഏർപ്പാടോ ചെയ്യണമെന്നുള്ള നിലയ്ക്ക് നിയമങ്ങൾ വന്നു. ആ നിയമങ്ങളെ ചോദ്യം ചെയ്തു, തള്ളിപ്പോയി. തുടർന്ന് അത് സുപ്രീം കോടതിയിൽ ആ നിയമങ്ങൾക്ക് ഭരണഘടനാപരമായ സാധ്യതയുണ്ടെന്നുള്ള സമീപകാല വിധിയുണ്ടായി. അപ്പോൾ ഇതിനെതിരെ കേരളത്തിൽ ചില സംഘടനകൾ ഇതിനെതിരെ സംഘടിച്ചിട്ടുണ്ട്. ഇത് ദളിതരുടെ ഐക്യത്തെ തകർക്കും, ആദിവാസികളുടെ ഐക്യത്തെ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഈ ഐക്യമെന്ന് പറയുന്നത് സമത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തുല്യതയുടെ അടിസ്ഥാനത്തിൽ നേടേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഉപവർഗീകരണം ദളിതരുടെയും ആദിവാസികളുടെ ഐക്യത്തെ തകർക്കുമെന്ന് പറയുന്ന യുക്തി വാസ്തവത്തിൽ സംവരണത്തിനെ എതിർക്കാൻ സവർണർ ഉന്നയിക്കുന്ന അതേ വ്യക്തിയാണെന്ന് നമ്മൾ കാണണം. കാരണം സംവരണം ജനങ്ങളുടെ ഐക്യത്തെ തകർക്കും, അവർക്കിടയിൽ വിഭജനം ഉണ്ടാക്കും, സംവരണമാണ് ജാതിയെ നിലനിർത്തുന്നത് എന്നൊക്കെയാണ് സവർണർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ അതേ യുക്തിയാണ് ഈ ഉപവർഗീകരണത്തിന് എതിർത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും പറയുന്നത്. അപ്പോൾ ശ്രദ്ധേയമായ കാര്യം, ഈ സമീപകാലത്ത് ഇങ്ങനെ ഉപവർഗീകരണത്തിന് എതിർക്കുന്ന ഒരു സംഘടന സംവരണ സംരക്ഷണ സമിതി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത്, ഇനിയും ഫലപ്രദമായ പ്രാതിനിധ്യം ലഭിക്കാത്ത ജാതികൾക്കും ഗോത്രങ്ങൾക്കും അത് ഉറപ്പുവരുത്താൻ സംവരണത്തിൽ നടപ്പാക്കേണ്ട അത് ഉറപ്പുവരുത്താൻ പ്രാതിനിധ്യമില്ലാത്ത പട്ടിക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിദുർബല വിഭാഗങ്ങളുടെ സാമൂഹ്യ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി സ്പെഷ്യൽ പാക്കേജ് നടപ്പിലാക്കണം. ജനസംഖ്യാനുപാതികം പ്രാതിനിധ്യം ലഭിക്കുന്നതിന് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും മുൻഗണന ലഭിക്കുന്ന റോസ്റ്റർ സംവിധാനവും ഏർപ്പെടുത്തണം എന്നാണ് അവരിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നല്ല കാര്യം തന്നെ. പ്രാതിനിധ്യം ഇനിയും കിട്ടാത്ത ആൾക്കാർക്ക് ആ പ്രാതിനിധ്യം കിട്ടാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ ഏതെല്ലാം ജാതികൾക്കും ഗോത്രങ്ങൾക്കുമാണ് പ്രാതിനിധ്യം ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കാതെ എങ്ങനെ ചെയ്യാൻ കഴിയും? അങ്ങനെയുള്ള ജാതികളും ഗോത്രങ്ങളും ഏതാണെന്ന് കണ്ടെത്തി അതിനെ വേർതിരിച്ച് അത് എന്നിട്ട് മാത്രമല്ല അവർക്കായിട്ടുള്ള സവിശേഷമായ നയങ്ങളും നടപടികളും സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഉപവർഗീകരണമില്ലാതെ ഇതെങ്ങനെയാണ് കഴിയുക? ഉപവർഗീകരണം വന്നു കഴിഞ്ഞാൽ ദളിതരുടെ സംവരണ അവകാശത്തിനത് കോട്ടം തട്ടുമെന്നാണ് ഇവർ വാദിക്കുന്നത്. അത് നടപ്പാക്കിയിരിക്കുന്ന ഒരു പ്രദേശത്തും അത് സംഭവിച്ചിട്ടില്ല. കാരണം ഒരു നിശ്ചിത കോട്ട ഏതെങ്കിലും ഒരു ജാതിക്ക് നിശ്ചയിച്ച് കഴിഞ്ഞാൽ ആ കോട്ട പൂർത്തീകരിക്കാൻ ശേഷിയുള്ള വ്യക്തികൾ അതിലില്ല എങ്കിൽ അത് മറ്റു ദളിതർക്ക് തന്നെയാണ് അതിൻ്റെ പ്രയോജനം കിട്ടുക, വേറെ എങ്ങോട്ടും പോകുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ അരുന്ധതിയർക്ക് സവിശേഷമായൊരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അരുന്ധതിയർക്കൊരു ഗുണമുണ്ടായിട്ടില്ല എന്നാണ് ഈ ഉപവർഗീകരണത്തിന് എതിർത്ത് നടക്കുന്ന ചിലരൊക്കെ പ്രസംഗിച്ച് നടക്കുന്നത്. തീർത്തും വസ്തുതാവിരുദ്ധമായൊരു കാര്യമാണത്. അരുന്ധതിയർക്ക് നല്ല ഗുണമുണ്ടായിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് തമിഴ്നാട് സർക്കാരിൻ്റെ വിവരാവകാശ മറുപടിയിലൊക്കെ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും കൊള്ളാം, അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിലായാലും തന്നെ അരുന്ധതിയരുടെ പ്രാതിനിധ്യം വർദ്ധിച്ചതിൻ്റെ കണക്കുകൾ വളരെ വ്യക്തമാണ് ഈ കോട്ട വന്നതിന് ശേഷം. പക്ഷെ ആ കോട്ടയും അരുന്ധതിയർക്ക് മാത്രമായിട്ട് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചേക്കണതൊന്നുമല്ല. അവർക്ക് മുൻഗണന കൊടുക്കുന്നൊരു കോട്ടയാണത്. അതിന് വേണ്ടത്ര ആൾക്കാരില്ല എങ്കിൽ, ഉദ്യോഗാർത്ഥികളോ അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ സൗകര്യം തേടുന്ന ആൾക്കാരില്ല എങ്കിൽ അത് മറ്റ് ദളിത് ജാതികൾക്ക് തന്നെയാണ് ലഭിക്കുക. മറ്റ് സ്റ്റേറ്റുകളിൽ നടപ്പാക്കിയിരിക്കുന്ന ഉപവർഗീകരണ രീതിയും ഇത് തന്നെയാണ്. അപ്പോൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ഉപവർഗീകരണത്തിനെ എതിർക്കുന്നത് ഫലത്തിൽ ഈ പറയുന്ന ദളിത് ആദിവാസി ഐക്യത്തിനെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അത് ബലപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ഈ പറയുന്ന രീതിയിൽ ഉപവർഗീകരണം എന്നുള്ള വാക്കവർക്ക് രുചിക്കുന്നില്ല എങ്കിൽ വേണ്ട, സവിശേഷമായ നടപടികൾ വേണമെന്ന് പറയുമ്പോൾ അതാരാണെന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു ജാതി സെൻസസ്, അത് ഈ പറയുന്ന ദളിത് ആദിവാസികൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുള്ള കാര്യമല്ല, മൊത്തത്തിലുള്ളൊരു ജാതി സെൻസസ് നടപ്പാക്കാനായിട്ടുള്ള ഒരു കാര്യത്തിൽ ഐക്യപ്പെടുകയാണ് വേണ്ടത്. ഉപവർഗീകരണം വേണമെന്നും വേണ്ട എന്ന് പറയുന്ന എല്ലാവരും ഐക്യപ്പെടാൻ കഴിയുന്നൊരു കാര്യം അതാണ് ജാതി സെൻസസ് എന്നുള്ളത്. അപ്പോൾ ആ ജാതി സെൻസസ് എന്നുള്ള വിഷയത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് ശക്തമായ ഒരു പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വേണ്ടത്. ഇപ്പോൾ അടുത്തിടയ്ക്ക് തെലങ്കാനയിൽ ഒരു ജാതി സർവേയുടെ ഫലം വന്നിരുന്നു. കൃത്യമായിട്ടും ബീഹാറിൽ കണ്ടതുപോലെ
സവർണർ മൊത്തം ജനസംഖ്യയിൽ വെറും ഒരു 15% മാത്രമാണെന്നത് കാണിച്ചു തന്നു. അപ്പോൾ ഈ സുപ്രീം കോടതി ദളിതർക്കും ആദിവാസികൾക്കും അതുപോലെ പിന്നാക്ക ജാതികൾക്കും മാത്രമായിട്ട് 50% മാത്രമായിട്ട് സംവരണത്തിന് നിർത്തിയിരിക്കുന്നതിന് അന്യായമാണ് ആ കടമക്കൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജാതി സെൻസസ് നടപ്പാക്കി അതിൻ്റെ വെളിച്ചത്തിൽ ഈ പറയുന്ന 50% എന്നുള്ള പരിധി തട്ടി മാറ്റാനായിട്ടുള്ള ഐക്യപ്പെട്ട ഒരു പ്രക്ഷോഭത്തിന് പിന്നാക്ക ജാതികളും ദളിതരും ആദിവാസികളും ഒത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിവിടുത്തെ സവർണാധിപത്യത്തിനെ ശരിക്കും പിടിച്ചു കുലുക്കും. നമ്മളുടെ ഇവിടെ ഇപ്പോൾ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ അടിവേരിൽ തന്നെയായിരിക്കും ചെന്ന് അടിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു നീക്കമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇന്നിപ്പോൾ ഈ പറയുന്ന സംഘടന ഇങ്ങനെയുള്ള സവിശേഷമായ കാര്യങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ന്യായമായിട്ട് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണത്. അതിലേക്ക് അവർ മുന്നേറുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അഭിവാദ്യങ്ങൾ.